ഫിലിം ഗാരേജിന്റെ ഇന്നത്തെ സിനിമ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. വർഷങ്ങൾക്ക് ശേഷം ഒരു അമീർ ഖാൻ സിനിമ നാളെ തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. സിത്താരെ സമീൻ പർ എന്നാണ് സിനിമയുടെ പേര്. അമീർ ഖാൻ തന്നെ നിർമ്മിക്കുന്ന സിനിമ വലിയ പ്രൊമോഷൻസോടെയെല്ലാം തന്നെയാണ് തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. സിനിമയുടെ പ്രീമിയർ ഷോസ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. യുകെ നാളെ തിയേറ്ററുകളിലേക്ക് എത്തുന്ന പുതിയ മലയാളം സിനിമയാണ്. രഞ്ജിത്ത് സജീവാണ് സിനിമയിൽ നായകനായിട്ട് എത്തുന്നത്. സിനിമയുടെ ആദ്യ പ്രതികരണങ്ങൾ കേട്ട് കാത്തിരിക്കൂ. വിജയുടെ ജന്മദിനാഴ്ച പ്രമാണിച്ച് ഈ ആഴ്ച വിജയുടെ ഒരു സിനിമ തിയേറ്ററുകളിൽ റിലീസ് ചെയ്യുന്നു. അത് മെർസൽ എന്ന സിനിമയാണ്. നാളെ ജൂൺ 20 കേരളത്തിൽ ഉൾപ്പെടെ മെർസൽ എന്ന ആറ്റ്ലി സംവിധാനം ചെയ്ത സിനിമ റിലീസ് ചെയ്യുന്നത്. ആർജെ ബാലാജിയുടെ സംവിധാനത്തിൽ സൂര്യ നായകനായി എത്തുന്ന സിനിമയാണല്ലോ സൂര്യ 45. സൂര്യ, തൃഷ തുടങ്ങിയവർ അഭിനയിക്കുന്ന സിനിമ ഈ വർഷം ദീപാവലി റിലീസായിട്ടാണ് തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. നാളെ ജൂൺ 20 രാവിലെ 10 മണിക്ക് സിനിമയുടെ ഒഫീഷ്യൽ അപ്ഡേറ്റ് പുറത്തുവരികയാണ്. കാത്തിരിക്കാം ടൈറ്റിൽ പ്രഖ്യാപനത്തിനായിട്ട്. ആസിഫ് അലി, ചിത്തു ജോസഫ് കോംബോയിൽ വരാനിരിക്കുന്ന മലയാളം സിനിമയാണല്ലോ മിറാഷ്. സിനിമയുടെയും ഒഫീഷ്യൽ അപ്ഡേറ്റ് നാളെ ജൂൺ 20 പുറത്തുവരുന്നു. നാളെ വൈകിട്ട് 6 മണിക്ക് സിനിമയുടെ ഒരു അപ്ഡേറ്റ്, ഫസ്റ്റ് അപ്ഡേറ്റ് വരുന്നുണ്ട് എന്നൊരു അപ്ഡേറ്റ് ആണ് വന്നിരിക്കുന്നത്. സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ തന്നെയാണ് വരാനായിട്ടിരിക്കുന്നത്. തലൈവർ രജനികാന്ത് നായകനായി എത്തുന്ന നെൽസൺ സംവിധാനം ചെയ്ത് വരാനിരിക്കുന്ന തമിഴ് ബിഗ് ബഡ്ജറ്റ് വൻ സിനിമയാണല്ലോ ജയിലർ 2. സിനിമയുടെ ഏറ്റവും പുതിയ ഷെഡ്യൂൾ ചിത്രീകരണം ഇന്ന് ജൂൺ 19 മൈസൂരിൽ ആരംഭിക്കപ്പെട്ടിരിക്കുകയാണ്. കാത്തിരിക്കാം ജയിലർ 2 കൂടുതൽ വാർത്തകൾക്ക്. നമ്മുടെ മലയാള സിനിമയിൽ ഏറ്റവും വലിയ അടുത്ത സിനിമ ദൃശ്യം 3 എന്ന സിനിമ തന്നെയാണല്ലോ. ചിത്തു ജോസഫിന്റെ സംവിധാനത്തിൽ ലാലേട്ടൻ നായകനായി എത്തുന്ന ദൃശ്യം 3 എന്ന സിനിമയുടെ ഷൂട്ടിംഗ് ഈ വർഷം തന്നെ തുടങ്ങി വയ്ക്കുമെന്ന് ഉറപ്പാക്കപ്പെട്ടതാണല്ലോ. ഇപ്പോഴത്തെ സിനിമയ്ക്ക് 45 ദിവസത്തെ ഷൂട്ടിംഗ് ഡേയ്സ് മാത്രമേ ഉള്ളൂ എന്നൊരു റിപ്പോർട്ട് വന്നിരിക്കുകയാണ്. ഈ വർഷം അവസാനത്തോടെ ഡിസംബറിലെ സിനിമ തിയേറ്ററുകളിലേക്ക് എത്തിക്കാനായിട്ടും അണിയറ പ്രവർത്തകർ പ്ലാൻ ചെയ്യുന്നുണ്ട്. പക്ഷെ അതിനൊരു ചെറിയ സാധ്യത മാത്രമേ നിലവിലുള്ളൂ. എന്തായാലും നീര് എന്ന സിനിമ പോലും ജൂലൈയിൽ പ്രഖ്യാപിച്ച് ഓഗസ്റ്റിൽ ഷൂട്ട് ആരംഭിച്ച് ഡിസംബറിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയാണ്. അതേപോലെ വേഗത്തിൽ ദൃശ്യം 3 കാര്യത്തിലും സിനിമയുടെ അണിയറ പ്രവർത്തകർ മുന്നോട്ട് പോകുമോ എന്നാണ് ഇനി നാം ഉറ്റുനോക്കുന്നത്.